പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സുന്ദര രാജ്യമാണ് കാനഡ. 10 പ്രവിശ്യകളും 3 പ്രദേശങ്ങളും ചേർന്ന് നിർമ്മിച്ച ഈ വിശാല രാജ്യത്തിൽ കാടുകളും തടാകങ്ങളും പർവ്വതങ്ങളും ചേർന്നുണ്ടാക്കിയ പ്രകൃതിയുടെ വൈഭവം കാണാം. കാനഡയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ നിരവധിയുണ്ട്. ലോകപ്രശസ്ത പ്രകൃതിദത്ത അത്ഭുതമായ നയാഗ്ര വെള്ളച്ചാട്ടം, പഴയ യൂറോപ്യൻ ശൈലിയുള്ള ക്യുബക് നഗരം, ആധുനികതയുടെ കാഴ്ചകളുള്ള ടൊറന്റോ, മനോഹരമായ ബ്രിട്ടീഷ് കൊളംബിയ എന്നിങ്ങനെ. കൂടാതെ മറ്റൊരു പ്രകൃതി വിസ്മയമായ ധ്രുവദീപ്തിയും കാനഡയുടെ ഭാഗങ്ങളിൽ നിന്നും ദൃശ്യമാകും. എന്നാൽ ഇവയിൽ ഏറ്റവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണുവാൻ കഴിയുന്നത് കനേഡിയൻ റോക്കീസിലാണ്. കാനഡയിലെ കനേഡിയൻ റോക്കീസിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ആൽബർട്ടയിലും ബ്രിട്ടീഷ് കൊളംബിയയിലുമായി ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ റോക്കി പർവ്വതനിരകൾ വ്യാപിച്ചു കിടക്കുന്നു. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ബാൻഫ്, ജാസ്പർ, യോഹോ, കൂട്ടിനി ദേശീയോദ്യാനങ്ങൾ ഇതിൽപ്പെടുന്നു. മൗണ്ട് റോബ്സൺ പോലുള്ള ഉയർന്ന കൊടുമുടികൾ, ഐസ്ഫീൽഡ് പാർക്ക് എന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഹൈവേ എന്നിവയെല്ലാം യാത്രക്കാരെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ആദിവാസി ജനങ്ങൾ ഈ പ്രദേശങ്ങളിൽ താമസിച്ച് വേട്ടയാടുകയും വ്യാപാരം നടത്തുകയും ചെയ്തിരുന്നു. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം യൂറോപ്യൻ യാത്രക്കാരും ഫർ വ്യാപാരികളും ഇവിടേക്കെത്തി. 1885 കാനഡയുടെ ആദ്യ ദേശീയോദ്യാനമായ ബാൻഫ് നാഷണൽ പാർക്ക് രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് കാൻ പസഫിക് റെയിൽവേ നിർമ്മാണം നടന്നപ്പോൾ റോക്കീസ് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രധാന സ്ഥാനമേറ്റു. നവംബർ മുതൽ മാർച്ച് വരെയാണ് കനേഡിയൻ റോക്കീസിലെ മഞ്ഞുകാലം. സ്കീയിങ്, സ്നോ ബോർഡിംഗ് എന്നീ വിനോദങ്ങൾക്ക് അനുയോജ്യമാണ് ഈ സമയം. ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള സമയമാണ് ഇവിടുത്തെ വസന്തകാലം. ഈ സമയത്ത് മഞ്ഞുരുകി തടാകങ്ങൾ തെളിഞ്ഞു വരുന്നു. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയമാണ് കനേഡിയൻ റോക്കീസിലെ ഏറ്റവും മനോഹരമായ സമയം. ഈ വേനൽക്കാലം ഹൈക്കിങ്ങിനും തടാകങ്ങൾ സന്ദർശിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ് ഇവിടെ ശരത്കാലം. ഈ സമയത്ത് മരങ്ങളെല്ലാം മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ഇലകളാൽ മനോഹരമായിത്തീരുന്നു. ലേക്ക് ലൂയിസ്, മൊറൈൻ ലേക്ക് തുടങ്ങി നിരവധി തടാകങ്ങൾ ബാൻഫ് നാഷണൽ പാർക്കിൻ്റെ ആകർഷണങ്ങളാണ്. സൾഫർ മൗണ്ടൻ ഗണ്ടോള, ജോൺസ്റ്റൺ കാനിയൻ എന്നിവ ഇവിടുത്തെ മറ്റ് ആകർഷണങ്ങളാണ്. നിരവധി ഹോട്ട് സ്പ്രിങ്ങുകളും ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനുകളുമുള്ള ബാൻഫ് ടൗണും സഞ്ചാരികളെ ആകർഷിക്കുന്നു. മറ്റൊരു ദേശീയോദ്യാനമായ ജാസ്പർ നാഷണൽ പാർക്കിലെ മലീൻ തടാകവും സ്പിരിറ്റ് ദ്വീപും കാനഡയിൽ ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ്. കൊളംബിയൻ ഐസ്ഫീൽഡിൻ്റെ ഭാഗമായ അതബാസ്ക ഗ്ലേഷ്യർ, സൺവാപ്റ്റ വെള്ളച്ചാട്ടം, അതബാസ്ക വെള്ളച്ചാട്ടം എന്നിവ ജാസ്പറിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റു പോയിന്റുകളാണ്. യോഹോ, കൂട്ടിനി എന്നീ നാഷണൽ പാർക്കുകളും മനോഹരമായ പർവ്വത പശ്ചാത്തലത്തിലുള്ള തടാകങ്ങൾക്ക് പ്രശസ്തമാണ്. കനേഡിയൻ റോക്കീസ് പ്രകൃതിയുടെ മഹത്തായ ഒരു കലാസൃഷ്ടിയാണ്. നീല തടാകങ്ങളും ഉയർന്ന കൊടുമുടികളും വന്യജീവികളും നിറഞ്ഞ ഇവിടം ഓരോ യാത്രികന്റെയും മനസ്സ് നിറയ്ക്കുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. സാഹസിക യാത്രികർക്കും പ്രകൃതി സ്നേഹികൾക്കും ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ബാൻഫ് ജാസ്പർ നാഷണൽ പാർക്കുകൾ. ബാൻഫിന്റെ പ്രകൃതി മനോഹാരിതയിലേക്ക് സ്വാഗതം. ആൽബർട്ടയിലെ കാൽഗറി നഗരത്തിൽ നിന്നും ഏകദേശം 130 കിലോമീറ്റർ ദൂരമാണ് ബാൻഫിലേക്കുള്ളത്. മനോഹരമായ ട്രാൻസ് കനേഡിയൻ ഹൈവേ 1 ബാൻഫിലേക്കുള്ള യാത്ര. വഴിക്ക് ഇരുവശങ്ങളിലും പച്ചപുതച്ച കാടുകളും നീലാകാശവും മലനിരകളും മനോഹരമായ കാഴ്ചയൊരുക്കുന്നു. വഴിയരികിൽ പലയിടത്തും നീലയും പച്ചയും കലർന്നൊഴുകുന്ന ബോ റിവറും ആസ്വദിക്കാം. ക്യാൻമോർ പട്ടണം പിന്നിട്ട് ഇപ്പോൾ നമ്മൾ ബാൻഫ് നാഷണൽ പാർക്കിൻ്റെ ഈസ്റ്റ് ഗേറ്റ് എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും പാർക്ക് എൻട്രി ടിക്കറ്റ് എടുത്ത് മുൻപോട്ടുള്ള യാത്ര തുടരാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബാൻഫ് പട്ടണത്തിലാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറു പട്ടണമാണ് ബാൻഫ്. സുവനീർ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എന്നിങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു.
ബജറ്റ് ഹോസ്റ്റലുകൾ മുതൽ ലക്ഷറി ഹോട്ടലുകൾ വരെ ഈ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നു. മൗണ്ട് റണ്ടിൽ, കാസ്കേഡ് മൗണ്ടൻ, സൾഫർ മൗണ്ടൻ എന്നിവയാൽ ചുറ്റപ്പെട്ട ബാൻഫ് എല്ലാ ദിശയിലും മനോഹരമായ പർവ്വത കാഴ്ചകളാൽ സമ്പന്നമാണ്. ബാൻഫിൽ ആദ്യമായി നമ്മൾ പോകുന്നത് ടൂജാക് ലേക്കിൻ്റെ കാഴ്ചകളിലേക്കാണ്. ലേക്ക് മിനവാങ്ക ലൂപ്പ് എന്ന മനോഹരമായ റോഡ് വഴിയാണ് ടൂജാക് ലേക്കിലേക്ക് എത്തുന്നത്. മൗണ്ട് റണ്ടിൽ പശ്ചാത്തലമൊരുക്കുന്ന മനോഹരമായ ഒരു ചെറു തടാകമാണ് ടൂജാക് ലേക്ക്. ഇതിനടുത്തായി ലേക്ക് സൈഡ് ക്യാമ്പിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. ശാന്തവും സുന്ദരവുമായ ഈ ലൊക്കേഷൻ പിക്നിക്, കയാക്കിംഗ്, പാഡിൽ ബോർഡിംഗ് എന്നിവയ്ക്ക് അനുയോജ്യമാണ്. സൂര്യോദയവും അസ്തമയവും കാണുവാനുള്ള മികച്ചൊരു ലൊക്കേഷനാണ് ഇത്. പലപ്പോഴും ഇവിടെ മാൻ, കരടി മുതലായ വന്യജീവികളെയും ദൃശ്യമാകും. ടൂജാക് ലേക്കിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ലേക്ക് മിനവാങ്ക ലൂപ്പിലൂടെ മുന്നോട്ടു പോയാൽ ബാൻഫിലെ ഏറ്റവും വലിയ തടാകമായ ലേക്ക് മിനവാങ്കയിലെത്താം. നേറ്റീവ് അമേരിക്കൻ ഭാഷയായ സ്റ്റോണി ഭാഷയിൽ മിനവാങ്ക എന്ന വാക്കിനർത്ഥം വാട്ടർ ഓഫ് ദ സ്പിരിറ്റ്സ് എന്നാണ്. പണ്ടുകാലത്ത് ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു. തടാകത്തിൻ്റെ വെള്ളം ഉയർന്നപ്പോൾ ഗ്രാമം മുഴുവൻ തടാകത്തിനടിയിലായി. 1941 ജലവൈദ്യുത പദ്ധതിക്കായാണ് തടാകത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നവർക്ക് ആ പഴയ ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ തടാകത്തിനടിയിൽ കാണുവാൻ കഴിയും. ഏകദേശം 21 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ബാൻഫിലെ ഏറ്റവും വലിയ തടാകമാണ് ലേക്ക് മിനവാങ്ക. ബോട്ട് റൈഡുകൾ, കയാക്കിംഗ്, കനോയിങ് എന്നിങ്ങനെ നിരവധി വിനോദ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുവാൻ കഴിയും. ലേക്ക് മിനവാങ്കയിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ബാൻഫ് നാഷണൽ പാർക്കിലെ ഏറ്റവും പ്രശസ്തമായ ലേക്ക് ലൂയിസിൻ്റെ കാഴ്ചകളിലേക്കാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്നും അല്പദൂരം താഴേക്ക് നടന്നു വേണം ലേക്ക് ലൂയിസിൻ്റെ കാഴ്ചകളിലേക്ക് എത്താൻ. ലേക്ക് ഓഫ് ദ ലിറ്റിൽ ഫിഷസ് എന്നാണ് തദ്ദേശീയരായ സ്റ്റോണി നക്കോഡ ജനത ഈ തടാകത്തെ വിളിച്ചിരുന്നത്. ബ്രിട്ടീഷ് രാജകുമാരിയായിരുന്ന പ്രിൻസസ് ലൂയിസ് കരോലിനയുടെ പേരിൽ നിന്നാണ് പിന്നീട് ഈ തടാകത്തിന് ലേക്ക് ലൂയിസ് എന്ന പേരുണ്ടായത്. ലോകപ്രശസ്ത ഹോട്ടൽ ശൃംഖലയായ ഫെയർ മൗണ്ടിൻ്റെ ഒരു ഹോട്ടൽ ഈ തടാകത്തിന് അഭിമുഖമായി നിലകൊള്ളുന്നു. നീലാകാശത്തിനും മഞ്ഞുമലകൾക്കും നടുവിലുള്ള ഈ തടാകം ലോകത്തിലെ ഏറ്റവും മനോഹരമായ തടാകങ്ങളിലൊന്നാണ്. ലേക്ക് ലൂയിസ് ഒരു ഗ്ലേഷ്യൽ ലേക്കാണ്. ഇതിൻ്റെ ആഴമുള്ള നീല നിറത്തിലുള്ള ജലം ചുറ്റുമുള്ള മലകളിലെ ഹിമാനികളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. ഓരോ കാലാവസ്ഥയിലും ലേക്ക് ലൂയിസിന് വ്യത്യസ്തമായ ഒരു സൗന്ദര്യമുണ്ട്. വേനൽക്കാലത്ത് തടാകം അതിൻ്റെ സുന്ദരമായ നീല നിറത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ സമയത്ത് ലേക്ക് ലൂയിസിലൂടെയുള്ള കയാക്കിംഗ് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. വിന്ററിൽ മഞ്ഞുകൊണ്ട് മൂടപ്പെടുന്ന ലേക്ക് ലൂയിസ് സ്കേറ്റിംഗ്, സ്നോബോർഡിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്ക് അനുയോജ്യമാണ്. ലേക്ക് ലൂയിസിൽ നിന്നും 20 മിനിറ്റ് യാത്ര ചെയ്തെത്താവുന്ന മറ്റൊരു മനോഹരമായ തടാകമാണ് മൊറൈൻ ലേക്ക്. 10 മലകളാൽ ചുറ്റപ്പെട്ട ഈ തടാകം എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ബാൻഫിലെ പ്രധാന ആകർഷണമാണ്. ബാൻഫിൽ നിന്നും ജാസ്പറിലേക്കുള്ള ഐസ് ഫീൽഡ്സ് പാർക്ക് വേയിലൂടെ അല്പദൂരം സഞ്ചരിച്ചാൽ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ പ്യൂട്ടോ ലേക്കിൻ്റെ കാഴ്ചകളിലേക്കെത്താം. പാർക്കിങ്ങിൽ നിന്നും 700 മീറ്റർ ദൂരം ചെറിയൊരു കയറ്റം കയറി വേണം പ്യൂട്ടോ ലേക്കിൻ്റെ വ്യൂ പോയിന്റിലേക്കെത്താൻ. പ്യൂട്ടോ ലേക്കിന് ഈ പേർ ലഭിച്ചത് പ്രശസ്ത ബ്രിട്ടീഷ് കനേഡിയൻ മൗണ്ടൻ ഗൈഡായിരുന്ന ബിൽ പ്യൂട്ടോയുടെ പേരിൽ നിന്നാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഈ തടാകത്തിൻ്റെ മനോഹര കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കുന്നത് മലമുകളിലുള്ള ഈ വ്യൂ പോയിന്റിൽ നിന്നാണ്. ബോ സമിറ്റ് എന്ന ഈ വ്യൂ പോയിന്റ്
2100 മീറ്റർ ഉയരത്തിലാണ്. അതിശയിപ്പിക്കുന്ന നീല നിറമാണ് തടാകത്തിലെ ജലത്തിന്. ഹിമാനികൾ ഉരുകിയുണ്ടാകുന്ന വെള്ളത്തിൽ ചേർന്നിരിക്കുന്ന റോക്ക് ഫ്ലോറാണ് ഈ നിറത്തിന് കാരണം. മുകളിൽ നിന്നു നോക്കുമ്പോൾ ചെന്നായുടെ തല പോലെ തോന്നുന്നതിനാൽ വൂൾഫ് ഹെഡ് ലേക്ക് എന്നും ഇതറിയപ്പെടുന്നു. ബാൻഫിലൂടെയുള്ള യാത്രയിൽ അവസാനമായി നമ്മൾ എത്തിച്ചേരുന്നത് ബോ ലേക്കിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഐസ് ഫീഡ്സ് പാർക്ക് വേയുടെ അരികു പറ്റി ക്രോഫോർഡ് ഗ്ലേഷ്യറിനു താഴെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു തടാകമാണ് ബോ ലേക്ക്. റോഡിനരികിലുള്ള പാർക്കിംഗ് ഏരിയയിൽ നിന്നോ ചെറിയൊരു ട്രെയിലിലൂടെ താഴേക്കിറങ്ങിയോ ഈ തടാകത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയമാണ് ഈ തടാകത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ സമയത്ത് തടാകം മുഴുവൻ നീലയും പച്ചയും കലർന്ന നിറത്തിൽ മനോഹരമായിരിക്കും. ബാൻഫിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ലോകത്തിലെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നായ ഐസ് ഫീൽഡ് പാർക്ക് വേയിലൂടെ നമ്മൾ ജാസ്പറിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചയണിഞ്ഞ വനങ്ങൾ, മഞ്ഞുമൂടിയ മലനിരകൾ, നീല തടാകങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയെല്ലാം കണ്ടുകൊണ്ടാണ് ഈ യാത്ര. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അതബാസ്ക ഗ്ലേഷ്യറിൻ്റെ ഭാഗമായ കൊളംബിയ ഐസ് ഫീൽഡിൻ്റെ ഭാഗങ്ങളിലൂടെയാണ്. 10,000-ലധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ഗ്ലേഷ്യർ. ഇതിനടുത്തായി സൺവാപ്ത വാലിയുടെ കാഴ്ചകളിലേക്ക് ഒരു സ്കൈ വാക്കുമുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ അതബാസ്ക നദിയുടെ അരികിലായി മനോഹരമായ ഒരു വ്യൂ പോയിന്റുമുണ്ട്. ചെറുതെങ്കിലും മനോഹരവും ശാന്തവുമായ ഒരു പട്ടണമാണ് ജാസ്പർ. മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ പഴയ രീതിയിലുള്ള മനോഹരമായ വീടുകൾ, ചെറു ഷോപ്പുകൾ, കഫേകൾ എന്നിവയെല്ലാം കാണാം. ജാസ്പർ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ലോകപ്രശസ്ത റോക്കി മൗണ്ടനെയർ ട്രെയിനിൻ്റെ പ്രധാന സ്റ്റോപ്പുകളിൽ ഒന്നാണിത്. പഴയ കാലത്തിൻ്റെ ചരിത്ര സ്മരണികയായി പ്രൗഢമായ ഒരു ആവി എഞ്ചിൻ ഈ സ്റ്റേഷനു മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അതബാസ്ക നദിയിലൂടെയുള്ള ഒരു റിവർ റാഫ്റ്റിങ്ങിനാണ്. കുട്ടികൾക്കൊപ്പം കുടുംബമായി പോകാവുന്ന അധികം സാഹസികമല്ലാത്ത ഒരനുഭവമാണ് അതബാസ്ക നദിയിലൂടെയുള്ള ഈ റിവർ റാഫ്റ്റിംഗ്. അതബാസ്ക നദിയിലെ തണുത്ത വെള്ളത്തിലെ ചെറു ഓളങ്ങളിലൂടെയുള്ള റിവർ റാഫ്റ്റിംഗ് മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ആവേശവും ചെറിയൊരു ഭയവും സന്തോഷവുമെല്ലാം കൂടിക്കലർന്ന ഒരു അനുഭവം. 2024 കാട്ടുതീയിൽ കരിഞ്ഞുപോയ നദിക്കരികിലെ മരങ്ങൾ ഇനിയും പച്ചപ്പണിയാത്തത് യാത്രയുടെ ശോഭ അല്പം കെടുത്തി. വേനൽക്കാലത്ത് പച്ചപ്പണിഞ്ഞു സുന്ദരിയാകേണ്ടിയിരുന്ന ജാസ്പറിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ ദുഃഖകരമാണ്. 2024 ജൂലൈയിലുണ്ടായ തീപിടുത്തത്തിൽ കരിഞ്ഞുണങ്ങിപ്പോയ മരങ്ങൾ ഇപ്പോഴും പച്ചപ്പണിഞ്ഞിട്ടില്ല. ജാസ്പർ ദേശീയോദ്യാനത്തിലെ ഏക്കർ കണക്കിന് മരങ്ങളാണ് ഈ കാട്ടുതീയിൽ വെന്തെരിഞ്ഞത്. അടുത്തതായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജാസ്പറിലെ ഹൈലൈറ്റുകളിലൊന്നായ അതബാസ്ക വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ്. ജാസ്പർ നാഷണൽ പാർക്കിലെ അതബാസ്ക നദിയിൽ സ്ഥിതി ചെയ്യുന്ന 23 മീറ്റർ ഉയരവും 18 മീറ്റർ വീതിയുമുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അതബാസ്ക ഫോൾസ്. പാർക്കിങ്ങിൽ നിന്നും കുറച്ചുനേരം മുന്നോട്ട് നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്താം. വലിപ്പമല്ല, പാറയിലൂടെ കുത്തിയൊലിച്ചൊഴുകുന്ന ജലത്തിൻ്റെ ശക്തിയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആകർഷണം. ഇവിടുത്തെ തദ്ദേശീയരുടെ ഗോത്രഭാഷയിൽ വെളുത്ത ജലം എന്നാണ് അതബാസ്ക എന്ന വാക്കിനർത്ഥം. ഇവിടെ അതബാസ്ക നദി വലിയ ശക്തിയിൽ ശബ്ദത്തോടെ പാറക്കെട്ടിലൂടെ താഴേക്ക് വീഴുന്നു. ഇതിൻ്റെ ഫലമായി പാറയിൽ ഇറോഷൻ സംഭവിച്ച് നിരന്തരമായി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വേനൽക്കാലത്ത് പച്ചപ്പണിഞ്ഞ മലകളുടെ പശ്ചാത്തലത്തിലുള്ള അതബാസ്കയുടെ ദൃശ്യം വളരെ മനോഹരമാണ്. ജാസ്പറിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോകുകയാണ്. ജാസ്പറിലെ ചില മനോഹര പ്രദേശങ്ങൾ കാണാതെയാണ് ഈ തിരിച്ചുപോക്ക്.
മലൈൻ ലേക്കും സ്പിരിറ്റ് ദ്വീപും, മിയറ്റ് ഹോട്ട് സ്പ്രിംഗ്, പിരമിഡ് മൗണ്ടൻ, ജാസ്പർ സ്കൈ ട്രാം എന്നിങ്ങനെ നിരവധി മനോഹര കാഴ്ചകൾ ഇനിയും ജാസ്പറിലുണ്ട്. മറ്റൊരു യാത്രയിൽ ഈ സുന്ദര പ്രദേശങ്ങൾ കൂടി സന്ദർശിക്കാമെന്ന പ്രതീക്ഷയോടെ ജാസ്പറിൽ നിന്നും വിടവാങ്ങുന്നു. ഗുഡ് ബൈ.